ഹലോ. അപ്പോൾ ഇന്നെൻ്റെ ബിസിനസ് ജേണിയെ പറ്റി ഒന്ന് കേട്ടാലോ? ബിസിനസ് ജേണിക്ക് ഉപരിയായി ഇതെൻ്റെ ഫെയിലർ ജേണി ആയിരുന്നു കേട്ടോ. എന്താണെന്നല്ലേ, ഞാൻ എൻ്റെ ഡിഗ്രി സെക്കൻഡ് ഇയർ ടൈമിലാണ് ഈ ഒരു ബിസിനസ്സിലേക്ക് കാലെടുത്ത് വെക്കുന്നത്. എണ്ണ ഉണ്ടായിരുന്നോ എന്നറിയില്ല, നല്ല രീതിയിൽ തെന്നി വീണിട്ടുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, ഞാനിത് സ്റ്റാർട്ട് ചെയ്യാൻ കാര്യം എൻ്റെ 2 ഫ്രണ്ട്സാട്ടോ. ഞങ്ങൾ ഡിഗ്രിയിൽ കെമിസ്ട്രി ആയിരുന്നു എടുത്തിരുന്നത്. ക്ലാസ്സിലെ ഭൂരിഭാഗം കുട്ടികളുടെ വിചാരം കെമിസ്ട്രി എടുത്തു കഴിഞ്ഞാൽ പിന്നീട് വല്ല സെയിൽസ് ഗേളായിട്ടോ വല്ലതും ജോലിക്ക് കയറേണ്ടി വരും എന്നുള്ളതാണ്. ഞങ്ങൾ ഭാവിയെപ്പറ്റി വളരെ ആകുലതപ്പെട്ട പിള്ളേരായിരുന്നതുകൊണ്ട് ഞങ്ങൾ വലിയ രീതിയിൽ ഇതിനെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങി. ചിന്തിച്ച് അവസാനം എത്തിയ ഐഡിയ ആയിരുന്നു ബിസിനസ്, അതും ജ്വല്ലറി ബിസിനസ്. പക്ഷേ അവരെന്നോട് പറഞ്ഞിരുന്നു നമുക്ക് ഡിഗ്രി കഴിഞ്ഞ് ചെയ്താൽ മതിയെന്ന്. എന്താണെന്നറിയില്ല, ഇച്ചിരി ആവേശം എനിക്ക് കൂടുതലായിരുന്നതുകൊണ്ട് ഞാനിതങ്ങ് ആദ്യമേ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ എനിക്കിതിനെപ്പറ്റി ഒന്നും അറിയില്ലായിരുന്നു. ഇത് എത്ര രൂപയ്ക്ക് എടുത്താൽ എത്ര രൂപയ്ക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കൊടുക്കാം, ഇതൊന്നും ചിന്തിക്കാതെ ഞാൻ ഇതിനെപ്പറ്റി ആകുലതപ്പെടാതെ എടുത്ത തീരുമാനമായിരുന്നു 15,000 രൂപയുടെ ആദ്യത്തെ എൻ്റെ സെക്ഷൻ. എനിക്കറിയില്ല ഞാൻ എന്തിനാണ് ഇത്രയും രൂപയ്ക്ക് പ്രോഡക്റ്റ്സ് എടുത്തതെന്ന്. എടുത്തതിന് ശേഷം ഞാൻ വിചാരിച്ച പോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ആർക്കും കൊടുക്കാൻ കഴിയുന്നില്ല. റീച്ചില്ല, എൻ്റെ പേജ് ആരും കയറി നോക്കുന്നില്ല. അതാ ഞാൻ പറഞ്ഞ എണ്ണയെ തിന്നി വീണ പോലൊരു വീഴ്ച. അതിനുശേഷവും ഞാനിത് നിർത്താൻ കൂട്ടാക്കിയില്ല. വീണ്ടും നെക്സ്റ്റ് ടൈം ഓർഡർ എടുത്തു. അത് കുറച്ചുകൂടി വെയിറ്റ് കുറച്ചെടുത്തു, ഒരു 8,000 രൂപയുടെ ഓർഡർ. അതെന്തിനാന്ന് എനിക്കിപ്പോഴും അറിയില്ല. കാരണം ഫസ്റ്റ് സെക്ഷൻ അതേപോലെ ഇരിക്കുകയല്ലേ, പിന്നെ ഞാൻ എന്തിനാ അത് എടുത്തതെന്ന് ചോദിച്ചാൽ എനിക്കറിയൂല. വിട്ടുകൊടുക്കാൻ ഒട്ടും മനസ്സില്ലാതെയാണ് അത് ചെയ്തെങ്കിലും കുഴപ്പമില്ലാതൊക്കെ അത് പോയി. അത് കുറച്ച് ഓക്സിഡൈസ്ഡ് ജ്വല്ലറി ആയിരുന്നു കേട്ടോ. അതെനിക്ക് നല്ല രീതിയിൽ സെയിലായപ്പോൾ എനിക്ക് കുറച്ചും കൂടി ആത്മവിശ്വാസം കൂടി. ഞാൻ വീണ്ടും ഒരു 12,500 രൂപയ്ക്ക് വീണ്ടും കുറച്ച് കളക്ഷൻസ് എടുത്തു. അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ വീണ്ടും എന്താ പറയുക, എണ്ണയെ തിന്നി വീണു കേട്ടോ. അങ്ങനെ തിന്നി വീഴൽ കാരണം എനിക്ക് തോന്നുന്നു എൻ്റെ നടു ഒടിയാറായിട്ടും ഞാൻ നിർത്തിയിട്ടില്ല. അങ്ങനെ ലാസ്റ്റ് ഞാൻ എടുത്തതാണ് ഈ ഇൻവിസിബിൾ ജ്വല്ലറിയുടെ ഈ ഒരു സെക്ഷൻ. ഞാൻ വിചാരിച്ചു ഇത് സ്വന്തമായി മേക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കൊടുക്കാൻ കഴിയും. അങ്ങനെ ഞാൻ ഇതിനെപ്പറ്റിയിട്ട് ചിന്തിക്കുകയും ആലോചിക്കുകയൊക്കെ ചെയ്ത് നല്ല ബുദ്ധിപരമായിട്ട് തീരുമാനം എടുത്തിട്ടാണ് ഇത് ചെയ്തത്. ഫസ്റ്റ് പറ്റിയ കുറേ അബദ്ധങ്ങളെല്ലാം മാറ്റി വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു സെക്ഷനിലേക്ക് കൈ കടത്തിയത്. ഇപ്പോഴും എനിക്ക് എന്നെ അറിയാത്തവർ ഓർഡേഴ്സ് തന്നിട്ടില്ലെങ്കിലും എന്തൊക്കെയോ ഒരു ലക്ക് ഇതിലുണ്ടെന്ന് തോന്നുന്നു. ബാക്കി പിന്നെ ആയാലോ.